എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. നീ അങ്ങോട്ട് നോക്കി. നമ്മുടെ കേരളത്തിന്റെ ഭാവി ഇങ്ങനെയായിരിക്കും. നമ്മുടെ ഓരോ ഗ്രാമവും, നമ്മുടെ കുട്ടികളൊക്കെ നാട് വിട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാട് എങ്ങനെയാണ് നാളെ ഉണ്ടാകാൻ പോകുന്നതിനെ കുറിച്ചുള്ള ആശങ്ക കൊണ്ടോ അല്ലെങ്കിൽ അതിനൊക്കെ വ്യക്തതയില്ലായ്മ കൊണ്ടോ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഞാൻ കുറച്ചു മുമ്പ് നടത്തിയ ഒരു ജപ്പാൻ യാത്രയിലുണ്ടായി. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്, ജപ്പാൻ പല കാര്യങ്ങളിലും നമ്മളെക്കാൾ വളരെ മുന്നിലാണ്. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. നിങ്ങൾ ഒരാളെ എന്റെ അച്ഛനെ നശിപ്പിക്കുന്നത്. ടെക്നോളജിയുടെ അങ്ങേയറ്റം എന്നുള്ളതല്ല ഒരു നാടിൻ്റെ വിജയം, മനുഷ്യത്വത്തിൻ്റെ അങ്ങേയറ്റം എന്നുള്ളതാണെന്ന്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രായോഗിക ബുദ്ധിയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ബോധം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. 25 വർഷം കഴിഞ്ഞുള്ള കേരളത്തിന്റെ ഒരു മാതൃകയായിട്ട് പ്ലാൻ ചെയ്യണം. നമ്മൾ എന്തിനാ അതൊക്കെ നോക്കുന്നല്ലേ? കേരളം എങ്ങനെയായിരിക്കണം, വികസിത കേരളം എങ്ങനെയായിരിക്കണം ജീവിക്കുന്നതെന്ന് കാണിക്കണം. സർക്കാർ തന്നെ വല്ലവന്റെ ചെലവിലാ മോനെ. എല്ലാറ്റിലും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. എന്തോ എങ്ങനെ കുഴപ്പമില്ല, കാരണം എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഈ നമ്മളെ സഹായിക്കുന്നില്ല എന്ന് പറയുന്നത്, ഇപ്പോ ഉഗാണ്ടയിൽ നിന്നൊരു സഹായം സ്വിറ്റ്സർലൻഡ് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. സബ്സ്ക്രൈബ് ചെയ്യാമോ? മതിയോ?